AK ശശീന്ദ്രൻ എന്ന വനം, വന്യജീവി സംരക്ഷണം എന്നിവയുടെ മന്ത്രി താൻ ഏലത്തൂരിൽ വീണ്ടും മത്സരിക്കും എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് വരുന്നു. അദ്ദേഹം പറയുന്നത് ഏലത്തൂർ എന്ന് പറയുന്നത് ഒരു ഈഴവ മണ്ഡലമാണ്, അതുകൊണ്ട് ഒരു ഈഴവൻ നിന്നാലേ ജയിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ഈ ഈഴവൻ? ഞാനാണ് ഈഴവൻ. വേറെ ചോദിക്കണ്ടല്ലോ. ഇത് ഏലത്തൂരിൻ്റെ മാത്രം പ്രതിഭാസമല്ല, കേരളത്തിലെ 140 മണ്ഡലങ്ങളുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. ഇവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിന് ഭരണഘടനാപരമായി നീക്കിവെച്ച റിസർവേഷൻ മണ്ഡലങ്ങൾ ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് കേരളത്തിൽ നായർ, ഈഴവൻ, ക്രിസ്ത്യൻ, മുസ്ലിം എന്നിങ്ങനെ ഈ 4 വിഭാഗങ്ങൾ 4ആയിട്ട് വീതിച്ചെടുത്തിരിക്കുകയാണ്. അവിടെ മുസ്ലിം മണ്ഡലമോ അവിടെ മുസ്ലിം നിൽക്കണം, ഇവിടെ ക്രിസ്ത്യൻ മണ്ഡലം ഇവിടെ ക്രിസ്ത്യാനി നിൽക്കണം, ഇത് നായർ മണ്ഡലമോ അവിടെ നായർ നിൽക്കണം, ഇവിടെ ഈഴവൻ മണ്ഡലമാണ് ഈഴവൻ നിൽക്കണം, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു ചോദ്യം, ഇവിടെ വേറെ കുറേ സമുദായങ്ങളില്ലയോ? വിശ്വകർമ്മ, ധീവര, ഗണക, വണിക വൈശ്യ, വെള്ളാള, കൊങ്ങിണി, ബ്രാഹ്മണൻ, മൂത്താൻ, എഴുത്തച്ഛൻ തുടങ്ങിയ എത്ര സമുദായങ്ങൾ, ഏതാണ്ട് 80-ഓടടുത്ത സമുദായങ്ങൾ ഇവിടെയുണ്ട്. അവർക്കൊന്നും കേരളത്തിൽ മണ്ഡലങ്ങളില്ല. അതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി. അപ്പോൾ എന്തു വേണം? ഇവരൊക്കെ ഏതാണ്ട് ഒരു തിരസ്കൃത സമുദായങ്ങൾ. ഇവിടുത്തെ ഭരണരംഗത്ത് നിന്നും തിരസ്കരിക്കപ്പെട്ട, തൂത്തെറിയപ്പെട്ട സമുദായങ്ങളാണ് ഈ പറഞ്ഞ സമുദായങ്ങളെല്ലാം. അവർക്ക് രാഷ്ട്രീയത്തിലും ഒരു സ്ഥാനം രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കത്തില്ല. കാരണം പല സ്ഥാനങ്ങളിലേക്കും അവരെ പരിഗണിക്കേണ്ടി വന്നെങ്കിലോ എന്നുള്ള ഭയം കൊണ്ട്. അങ്ങനെ ഈ തിരസ്കൃത സമുദായങ്ങളെല്ലാവരും കൂടെ സംഘടിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരേണ്ട സമയം കടന്നിരിക്കുന്നു. അതേതാണ്ട് 10% ഉണ്ട്. 140 മണ്ഡലങ്ങളിൽ 14 മണ്ഡലത്തിൻ്റെ അവകാശികളാണ് ഈ തിരസ്കൃത സമുദായങ്ങൾ. അവർ സംഘടിക്കേണ്ടിയിരിക്കുന്നു. അവർ സംഘടിച്ചെങ്കിൽ മാത്രമേ അവരുടെ സമുദായങ്ങൾക്ക് എന്തെങ്കിലും പരിഗണന ലഭിക്കുകയുള്ളൂ. ഈ സമുദായങ്ങൾ എല്ലാവരും കൂടെ ഈ തിരസ്കരിക്കപ്പെടുന്ന ഈ സ്ഥിതിവിശേഷത്തിൽ അതിനെതിരെ പ്രതികരിക്കാനായി ഒന്നിച്ചു നിന്നാൽ ഒരു 10 സീറ്റെങ്കിലും കേരള അസംബ്ലിയിൽ ഈ സമുദായങ്ങളുടെ കൂട്ടായ്മയ്ക്ക് കിട്ടുമെന്നുള്ളത് ഒരു ഉറപ്പാണ്. അതിന് ഈ സമുദായങ്ങൾ ഒന്നിക്കേണ്ട, സംഘടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.